എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു കാളനാണ്, കുറുക്ക് കാളൻ. വളരെ ഈസി ആയിട്ട് സദ്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കുറുക്ക് കാളൻ. കുറുക്ക് കാളനിലേക്ക് ഉപയോഗിക്കുന്നത് ചേനയും അതുപോലെ കായയുമാണ്. ഒരു പച്ചക്കായ, ഒരു ചെറിയ കഷ്ണം ചേന നന്നായി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്തതാണിത്. കാളനിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ ചെറിയ ജീരകമായിട്ട് ഇടാം, 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ ഒരു മിക്സ് നന്നായി വേവിച്ച് വെച്ചിട്ടുള്ള ചേനയിലേക്കും കായയിലേക്കും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അരപ്പിൻ്റെ പച്ചക്കുത്ത് പോകുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട, ആ ഒരു തേങ്ങയ്ക്ക് നല്ലതുപോലെ ചൂട് പിടിച്ച് ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒരു പച്ചക്കുത്ത് മാറുമ്പോൾ അതിലേക്ക് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് കുറുക്ക് കാളനായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറുകിയാണ് ഇരിക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു അരപ്പിൻ്റെ പച്ചക്കുത്ത് പോകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം കട്ടിയുള്ള തൈര് ചേർക്കുന്നത് നല്ലതാണ്. പുളിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം പുളിയും കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തൈര് കൂടി ചേർക്കുമ്പോൾ കുറച്ച് ലൂസായതായിട്ട് തോന്നാം, പക്ഷേ ഇത് കുറുകി കിട്ടിക്കോളും. തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊന്ന് വറുത്തിടാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 വറ്റൽമുളക് ചേർത്ത് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. താളിച്ച് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കാം. ഒരുപാട് നേരം ഇട്ട് തൈര് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമിൽ തന്നെ ഇത് അത്യാവശ്യം കുറുകിയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു കുറുക്ക് കാളൻ്റെ പ്രത്യേകത ഇത് ഇരിക്കും തോറും കുറുകും എന്നുള്ളതാണ്. അത്യാവശ്യം കട്ടിയായിട്ട് വരും, തൈര് ചേർത്തത് കൊണ്ടും പിന്നെ അത്യാവശ്യം തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറുകി വന്നോളും. തലേ ദിവസം ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓണസദ്യ വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് ഞാൻ പിറ്റേ ദിവസമാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ കുറുകി നല്ലൊരു ടെക്സ്ചറിലായിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് കുറുക്ക് കാളൻ വേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു.